സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താണ് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചാൽ ലഭിക്കുന്ന ദിവ്യഫലം? അതിനെക്കുറിച്ച് സംസാരിക്കാം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മഹാഭാരതത്തിൽ പ്രധാനിയായ ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ്. ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം ലോകത്തെ ശുദ്ധീകരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടാണ് വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ കൃഷ്ണന് അനേകം രൂപങ്ങളുണ്ട്. വെണ്ണ കട്ടുതിന്നുന്ന ഉണ്ണിക്കണ്ണൻ, ആലിലക്കണ്ണൻ, ബലരാമനോടൊപ്പം ഓടിക്കളിക്കുന്ന ഭാവത്തിലോ മുട്ടുകാലിൽ ഇഴയുന്ന ഭാവത്തിലോ ഉള്ള ബാലകൃഷ്ണൻ, രാധാകൃഷ്ണ ഭാവം, കാളിയമർദ്ദന ഭാവം എന്നിങ്ങനെ അനേകം ഭാവങ്ങളിൽ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ഭവനത്തിൽ ഓരോ രൂപത്തിലുള്ള കൃഷ്ണനെ സ്ഥാപിക്കുന്നതിന് ഓരോ ഫലങ്ങളാണ്. വെണ്ണ കട്ടുതിന്നുന്ന കണ്ണൻ സന്താന സൗഭാഗ്യത്തിനും, ആലിലക്കണ്ണൻ സന്താന അരിഷ്ടത നീക്കാനും, പശുവിൻ്റെ അകിടിൽ നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ സന്താനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയും, ഓടക്കുഴൽ ഊതുന്ന കണ്ണൻ കുടുംബ ഐക്യത്തിനും കലഹങ്ങൾ ഒഴിവാക്കുവാനും, രാധാകൃഷ്ണന്മാർ ദാമ്പത്യ ഭദ്രതയ്ക്കും, കാളിയമർദ്ദനം ശത്രുദോഷം മാറാനും സർപ്പദോഷ നിവാരണത്തിനും, ഗോവർദ്ധന ഗിരിധാരി ദുരിതങ്ങളിൽ നിന്നും മോചനത്തിനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും, രുക്മിണി സ്വയംവരം മംഗല്യഭാഗ്യത്തിനും, കുചേലകൃഷ്ണൻ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനും, വ്രണമുക്തിക്കും സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താനും, പാർത്ഥസാരഥി ജ്ഞാന പുരോഗതിക്കും ശത്രുനാശത്തിനും, ഗുരുവായൂരപ്പൻ സർവ്വ ഐശ്വര്യത്തിനും, സുദർശന രൂപം ശത്രു നിഗ്രഹം, ലക്ഷ്മീനാരായണ രൂപം കുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിൽ സന്തോഷം നിർത്താനും വേണ്ടി. നമ്മുടെ എല്ലാം വീടുകളിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്നത് ഓരോരോ രൂപങ്ങളിലും ഭാവങ്ങളിലും ഉള്ളതായിരിക്കും. അതിനൊക്കെ വെച്ചാൽ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുകയെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയുന്നുണ്ടാവുന്നില്ല. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപ്പറ്റിയാണ്. വീട്ടിൽ കൃഷ്ണൻ്റെ രൂപങ്ങൾ വയ്ക്കുമ്പോൾ ലഭിക്കുന്ന ദിവ്യഫലങ്ങൾ. ഓരോ രൂപത്തിനും ഓരോ പ്രത്യേക ഫലങ്ങളാണ് ലഭിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. സർവം കൃഷ്ണാർപ്പണമസ്തു.